നമ്മൾ ദേശത്ത് വെളിപ്പെടും എന്ന പ്രത്യാശ വചനപ്രകാരം ഒരുങ്ങി കർത്താവിന്റെ സന്ദേശത്തോടെ നിൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപിതാവിന്റെ വിയോഗത്തിൽ ഉപസ്ഥരായിരിക്കുന്ന അതേ മക്കളെ, കുടുംബങ്ങളെ, കൊച്ചുമക്കൾ, ബന്ധപ്പെട്ട എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിച്ച് തന്റെ കരങ്ങളാൽ ആശ്ലേഷിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് മണ്ണിലേക്ക് മടങ്ങിച്ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തോട് അരുളി ചെയ്ത പരിശുദ്ധ പിതാവിന്റെയും ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത പരിശുദ്ധനായ പുത്രന്റെയും ജീവനുള്ളവനും ജീവിപ്പിക്കുന്നതിനും ജീവദായകനുമായ പരിശുദ്ധാത്മാവിന്റെയും പരിഭാവനമായ തിരുനാമത്തിൽ ഈ ശരീരം ഞങ്ങൾ പൂഴിക്കും മണ്ണിനുമായി ഏൽപ്പിക്കുന്നു. നീയോ പ്രിയ പിതാവേ പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിൽ ലോകയിൽ പ്രാപിപ്പാൻ എഴുന്നേറ്റു വരിക. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ആദാം ഈ വർഗത്തോളം നിന്റെ കൽപ്പന പ്രകാരം നിന്നെ മണ്ണിൽ നടത്തിരിക്കാൻ മണ്ണിലേക്ക് തിരികെ ചേരുമാറാകുമെന്ന് എഴുതിയ വചനപ്രകാരം തന്നെ നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുമെന്ന് വിലാസനായ മോശമുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരവും ഈ ശരീരം തിരുവചനപ്രകാരം ദൈവവചന വ്യവസ്ഥപ്രകാരം ഞങ്ങൾ പൊഴിക്കും മണ്ണിനുമായി ഏൽപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവമേ കൊടുത്ത ആയുസ് തികച്ച് ശ്വാസത്തിലും ഭക്തിയിലും ദൈവകൃപയിലും ജീവിച്ചതിന്റെ ദാസന് അതേ ലഭിച്ചതായ സമയം നിന്നെ മഹത്വപ്പെടുത്തി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഇത് കാണുമ്പോൾ ഇതാകുന്നു മനുഷ്യന്റെ അന്ത്യമെങ്കിൽ ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിലും സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിലും പ്രശംസിക്കുന്നത് എന്തിനെ? ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്നതിൽ പ്രശംസിക്കട്ടെ എന്നെഴുതിയ വചനപ്രകാരം ഞാനോ എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചിക്കലല്ലാതെ ഒന്നും പ്രശംസിക്കുന്നില്ലെന്നുള്ള പൗലോസിന്റെ വചനപ്രകാരവും ഞങ്ങൾക്ക് ശേഷിക്കുന്ന ആയുസ് ഞങ്ങളുടെ ദൈവത്തിൽ പ്രത്യാശിച്ച് ക്രൂശിൽ അതേ പ്രത്യാശ വിശ്വാസം അർപ്പിച്ച് യേശുവിലുള്ള പ്രത്യാശയോട് ജീവിച്ച് ആഹ്ലം കേൾക്കുമ്പോൾ എടുക്കപ്പെടുവാൻ എല്ലാവരെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണേ കർത്താവേ. ഞങ്ങളിവിടെ ദൈവവചനപ്രകാരം ഭക്തിയുള്ള പുരുഷന്മാർ സേവാസനെ അടക്കിയെന്നുള്ള വചനപ്രകാരം എന്റെ ദാസൻ ശരീരം ഇവിടെ സംസ്കരിക്കുമ്പോൾ ഈ മർത്യമായത് അമർത്യതയെയും ബലഹീനമായത് ശക്തിയെയും മൺമയമായത് ഉണ്മയമായതിനും അതിനുള്ള കർത്താവായ ശക്തസ്തവിന്റെ ആ ശ്രേഷ്ഠമേറിയ പുനരുത്ഥാന ശക്തിയില് ആ അനുഭവത്തിലേക്ക് വരുവാൻ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ ദേശത്ത് വെളിപ്പെടുവാൻ തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ദാസന്റെ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളായില്ല പ്രിയപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരെയും ആശ്വാസനായ കരങ്ങളെ ഏൽപ്പിക്കുന്ന എത്രത്തോളം ഞങ്ങളെ സഹായിച്ച് എല്ലാവരെങ്കിലും അനുകൂലമാക്കി തീർത്തോർ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടുമ്പോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം കാവേലനാദം കേൾക്കുന്ന കാവേലനാദം കേൾക്കുന്ന മാത്രയിൽ
ചെയ്യുവാനോടുത്ത ശ്രേഷ്ഠദാസനെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ, കൊച്ചുമക്കളെ, ബന്ധുമിത്രാദികളെ എല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കോടാനുകൂടി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന പൊൻപുലരിയിൽ തേജസ്സുള്ള ശരീരത്തോട് ഞങ്ങൾ പ്രിയ അച്ചാനെയും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി നയിക്കണം. കർത്താവെ, എല്ലാ സഭാവിശ്വാസികളെയും കർത്തദാസന്മാരെയും തറവണക്കിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസ സാന്നിധ്യം കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷ പ്രിയപിതാവിന്റെ വേർപാടെങ്കിൽ ദുഃഖിതരായിരിക്കുന്ന ഏവർക്കും ആശ്വാസത്തിനായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര.